ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഒരു റിയൽമി ഫോൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്ന സെറ്റാണ് റെഡ്മിയുടെ അല്ലെങ്കിൽ ഷോമിയുടെ സെറ്റ്. പക്ഷേ ഇപ്പോൾ റിയൽമി X2 Pro എന്നുള്ള സെറ്റ് റിയൽമിയുടെ ഏറ്റവും വില കൂടിയ ഫോണാണ്. ഏകദേശം 30,000 പ്രൈസ് റേഞ്ചൊക്കെയാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ച് പരിഗണിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പരിഗണിക്കേണ്ട ഒരു കമ്പനിയാണ് OnePlus എന്നുള്ള കമ്പനി. അതായത് OnePlusൽ നിന്നുള്ള മോഡലിൽ നിന്ന് നമ്മളിവിടെ എടുക്കുന്നത് OnePlus 70 എന്നുള്ള ഒരു ഫോണാണ്. OnePlus 70യും റിയൽമി X2 Proയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ തീർക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ബിൽ ക്വാളിറ്റി, അതുപോലെ തന്നെ ഡിസൈനിനെ കുറിച്ചാണ്. ബിൽ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് ഫോണിലും ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ഫ്രെയിം മെറ്റലാണ് രണ്ട് ഫോണിലും വരുന്നത്. പിന്നെ രണ്ട് ഫോണിലും IP റേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. വെയിറ്റ് പറയുമ്പോൾ റിയൽമി X2 Pro ഏകദേശം 199 ഗ്രാം ഭാരം വരുന്നുണ്ട്. OnePlus 70ലേക്ക് വരുമ്പോൾ 190 ഗ്രാം, ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ ബാക്കിലെ ക്യാമറയുടെ ആ ഒരു ഡിസൈനാണ് പ്രധാനമായിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ലുക്ക് വൈസ് നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് OnePlus 70യുടെ ഒരു ലുക്കാണ്. പക്ഷേ പലർക്കും ആ ഒരു റൗണ്ട് ഷേപ്പുള്ള ക്യാമറ ഡിസൈന് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടോ എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും രണ്ടും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതൊന്നും നോക്കിയിട്ട് ഈ രണ്ട് ഫോണിൽ ഏത് തിരഞ്ഞെടുക്കാം എന്ന് നമുക്കൊരിക്കലും തീരുമാനിക്കാൻ പറ്റാത്തൊരു കേസാണ് ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളിലൊക്കെ. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്പ്ലേയെ കുറിച്ചാണ്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ OnePlus 70ൽ നമുക്ക് 6.55 ഇഞ്ച് സൈസുള്ള ഒരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഈ ഡിസ്പ്ലേ OnePlus വിളിക്കുന്നത് Fluid AMOLED ഡിസ്പ്ലേ എന്നാണ്. ഇനി നമുക്ക് റിയൽമി X2 Proയിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ച് സൈസുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഒരു ഇച്ചിരി സൈസിലൊരു കുറവുണ്ട്. റിയൽമി X2 Proയിലേക്ക് വരുമ്പോൾ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പേരിലുള്ള ഒരു ഡിഫറൻസ് ഒഴിച്ച് നിർത്തിയാൽ രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് രണ്ടിലും 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. അത് ഈ ഒരു ഡിസ്പ്ലേയുടെ മെയിൻ പ്രത്യേകതയായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. രണ്ട് ഫോണിലും സെയിം ആണ് വരുന്നിട്ടുള്ളത്. പിന്നെ നോട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒക്കെ സെയിം ആണ്. അതുപോലെ പിക്സൽ ഡെൻസിറ്റി, റെസൊല്യൂഷൻ, ആസ്പെക്ട് റേഷ്യോ ഇതെല്ലാം ഡിഫറൻസ് ഒന്നുമില്ല. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒക്കെ സെയിം ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിലും നമുക്ക് ഏത് എടുക്കും എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു കേസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കാര്യമായിട്ടൊരു മാറ്റമുണ്ട്. OnePlus 70ലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഓക്സിജൻ OS എന്നുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഓക്സിജൻ OS യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. മാത്രമല്ല അതിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിലും OnePlus വളരെ നല്ല ട്രാക്ക് റെക്കോർഡുണ്ട്. മുമ്പുള്ള OnePlus ഫോണുകളൊക്കെ വളരെ നല്ല രീതിയിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് OnePlus. അതുപോലെ തന്നെ ഓക്സിജൻ യൂസർ ഇൻ്റർഫേസും. ഇനി റിയൽമി X2 Proയിലേക്ക് വരുമ്പോൾ നമുക്ക് കളർ OS യൂസർ ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത്. കളർ OS യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള, പക്ഷേ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിനാണ് അത് വന്നിട്ടുള്ളത്. അപ്പം യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് OnePlus 70യിലെ യൂസർ ഇൻ്റർഫേസ്. പ്രത്യേകിച്ച് OnePlus ഫോണുകളുടെ ഒരു മെയിൻ പ്രത്യേകതയാണ് ഈ ഓക്സിജൻ OS യൂസർ ഇൻ്റർഫേസ് എന്നുള്ളത്. അപ്പം യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് OnePlus 70ക്ക് ഒരു മുൻതൂക്കം കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് പ്രൊസസ്സർ കാര്യത്തിലേക്ക് വരുമ്പോൾ Snapdragon 855+ എന്നുള്ള പ്രൊസസ്സറാണ് രണ്ട് ഫോണിലും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൊസസ്സർ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല, സെയിം ആണ് എന്ന് പറയാം. ഇനി അടുത്തായിട്ട് നമുക്ക് മെമ്മറി അതുപോലെ തന്നെ റാം കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് ഫോണിലും നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ റാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് OnePlus 70ൽ 8GB വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുക. പക്ഷേ നമ്മൾ റിയൽമി X2 Proയിലേക്ക് വരുമ്പോൾ 8GB വേരിയൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ 12GB വേരിയൻറ്റും അവൈലബിൾ ആണ്. ഇൻറ്റേർണൽ മെമ്മറിയുടെ കാര്യം പറയുമ്പോൾ 128GB ഇൻറ്റേർണൽ മെമ്മറി, അതുപോലെ തന്നെ 256GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന രീതിയിലാണ് രണ്ട് ഫോണിലും വരുന്നത്. അപ്പം മെമ്മറി, റാം ഈ കാര്യങ്ങളൊന്നും ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ UFS 3 വേർഷനാണ് ഈ ഇൻറ്റേർണൽ മെമ്മറിയുടെ വേർഷനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫോണിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാമറയെ കുറിച്ചാണ്. ക്യാമറ നമുക്ക് OnePlus 70യിലേക്ക് വരുമ്പോൾ ബാക്കിൽ 3 ക്യാമറ ആണ് വരുന്നത്. അതായത് മെയിൻ ക്യാമറ 48 MP സോണി IMX586 എന്നുള്ള സെൻസറാണ്. നല്ലൊരു സെൻസറാണ് ഇതിന് വന്നിട്ടുള്ളത്.
പിന്നെ രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുമ്പോൾ 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സെൻസറാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാ പിക്സൽ 2x ടെലിഫോട്ടോ ലെൻസ് തരുന്ന ഒരു ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതായത് ഒപ്റ്റിക്കലി സൂം ചെയ്തിട്ടുള്ള ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന രീതിയിലാണ്. പിന്നെ ഈ 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്രോ ഷോട്ട് എടുക്കാൻ പറ്റും. അതിനനുസരിച്ച് ലെൻസ് മൂവ് ചെയ്തിട്ടാണ് ആ ഒരു ഷോട്ട് എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ Realme X2 Proയിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കിൽ 4 ക്യാമറ ആണ് വന്നിട്ടുള്ളത്. അതായത് ഇതിലെ മെയിൻ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 64 മെഗാ പിക്സൽ സാംസങ്ങിൻ്റെ GW1 എന്നുള്ള സെൻസറാണ് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 13 മെഗാ പിക്സൽ 2x സൂം തരുന്ന ടെലിഫോട്ടോ ക്യാമറയാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ക്യാമറ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. പിന്നെ നാലാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസിങ് ക്യാമറ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലും നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് മാക്രോ ഷോട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് ഒരു കാര്യം ഇതിൽ നിന്ന് പറയാൻ സാധിക്കും, 4 ക്യാമറ 3 ക്യാമറ. ശരിക്കും പറഞ്ഞാൽ ഈ നാലാമത്തെ ക്യാമറ, അതായത് ഡെപ്ത് സെൻസിങ് ക്യാമറ ഒഴിവാക്കിയിട്ട് ഓൾറെഡി ഉള്ള 3 ക്യാമറ ഉപയോഗിച്ചിട്ട് തന്നെ പോർട്രേറ്റ് മോഡ് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ക്യാമറയുടെ എണ്ണത്തിലല്ലല്ലോ കാര്യം, അത് വെച്ച് നമുക്ക് എത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിലാണല്ലോ. OnePlus 7Tയിൽ 3 ക്യാമറ വെച്ച് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് നമുക്ക് Realme X2 Proയിലെ 4 ക്യാമറ വെച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ഈ മെയിൻ ക്യാമറ സെൻസർ എടുക്കുമ്പോൾ ഒരെണ്ണം 48 മെഗാ പിക്സലാണ്, രണ്ടാമത്തേത് Realme X2 Proയിൽ നമുക്ക് 64 മെഗാ പിക്സലാണ്. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീറ്റെയിലിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും 64 മെഗാ പിക്സൽ ക്യാമറയാണ് മെയിനായിട്ട് നിൽക്കുക. പക്ഷേ നമുക്ക് ഈ ഒരു 48 മെഗാ പിക്സൽ OnePlus 7Tയിലെ ആ ഒരു ക്യാമറക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഈ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഫോട്ടോ എല്ലാം മാക്സിമം ബ്ലറിങ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഫോട്ടോ എടുക്കാൻ സഹായിക്കും. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം നല്ല പിക്ചർ തരാൻ OnePlus 7Tക്ക് കഴിയും. പക്ഷേ Realme X2 Proയ്ക്ക് നല്ലൊരു സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ ആയിട്ട് പറയാൻ സാധിക്കും. പിന്നെ അത് മാത്രവുമല്ല, ഇതിൻ്റെ ബാക്കിയുള്ള ക്യാമറ എടുക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ എല്ലാ ക്യാമറയും വന്നിട്ടുള്ളത് OnePlus 7Tയിലാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് OnePlus 7Tക്കാണ് ഒരു മുൻതൂക്കം കൊടുക്കാൻ സാധിക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ രണ്ട് ഫോണിലും 16 മെഗാ പിക്സൽ സെൻസറാണ്, സെയിം സെൻസറാണ് വന്നിട്ടുള്ളത്. സോണിയുടെ 471 എന്നുള്ള സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ലൊരു സെൽഫി ക്യാമറയാണ്, രണ്ട് ഫോണിലും ഒരേപോലെ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് OnePlus 7Tയിൽ 3800 mAh ബാറ്ററിയാണ് വരുന്നത്. Realme X2 Proയിൽ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. സെയിം പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് ഡിസ്പ്ലേ ഒക്കെ സെയിം ആണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മുൻതൂക്കം Realme X2 Proയിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ OnePlus 7Tയോട് കൂടെ വരുന്നത് വാർപ്പ് ചാർജർ 30T എന്നുള്ളൊരു ചാർജറാണ്. അതായത് ഒരു 30 വാട്ട് ചാർജറാണ് വരുന്നത്. മറിച്ച് നമ്മൾ Realme X2 Proയിലേക്ക് വരുമ്പോൾ സൂപ്പർ വൂക്ക് ചാർജർ എന്ന് പറയുന്ന 50 വാട്ട് ചാർജറാണ്. നമുക്ക് OnePlus 7Tയിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആവുക. നേരെ മറിച്ച് 4000 mAh ഉള്ള Realme X2 Pro നമുക്ക് ഫുൾ ചാർജ് ആവുന്നത് ഏകദേശം 30 മിനിറ്റ് കൊണ്ടാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ Realme X2 Proയിൽ ബാറ്ററി സൈസ് കുറച്ചൊരു വലുതാണ്. എന്നിരുന്നാൽ പോലും ചാർജിങ് ടൈം OnePlus 7Tനേക്കാളും പകുതി ടൈം മതി. ഇതാണ് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ Realme X2 Proയ്ക്ക് ഒരു വലിയൊരു മാർക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ബേസിക് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ രണ്ട് ഫോണിലും സെയിം ആയിട്ടാണ്. എക്സ്ട്രാ ഒന്നും പറയാൻ മാത്രം ഒന്നുമില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് രണ്ട് ഫോണിലും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പീക്കറിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഫോണിലും സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ഫോണിലും Type-C പോർട്ടാണ് വരുന്നത്, ചാർജിങ് അല്ലെങ്കിൽ USB പോർട്ട് വരുന്നത്. പക്ഷേ നമുക്ക് USB വേർഷൻ എടുക്കുമ്പോൾ OnePlus 7Tയിൽ നമുക്ക് USB വേർഷൻ 3.1 ആണ് വരുന്നത്. Realme X2 Proയിൽ വേർഷൻ 2.0 ആണ് വരുന്നത്. അതായത് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള USB തീർച്ചയായിട്ടും ഇവിടെ OnePlus 7Tക്കാണെന്ന് പറയാൻ സാധിക്കും. മറിച്ച് നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ, അതായത് 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ ആയിരിക്കുന്നത് Realme X2 Proയിലാണ്. OnePlus 7Tയിൽ അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് നേരെ ഇയർഫോൺ കണക്ട് ചെയ്യാൻ പറ്റും Realme X2 Proക്ക്. അത് Realme X2 Proയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൈസിങ്ങിനെ കുറിച്ചാണ്. പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് OnePlus 7Tയിൽ 8GB റാം അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേർഷന് വില വരുന്നത് 34,999 രൂപയാണ്. ഇനി രണ്ടാമത്തെ വേരിയൻറ്റ് 8GB റാം തന്നെയാണ്. അതിന് 256GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന ആ ഒരു വേരിയൻറ്റിന് ഏകദേശം 3000 രൂപ കൂടുതൽ വന്നിട്ട് 37,999 രൂപയാണ് വില വരുന്നത്. മറിച്ച് നമ്മൾ Realme X2 Proയിലേക്ക് വരുമ്പോൾ 8GB 128 വേരിയൻറ്റിന് ഏകദേശം വില വരുന്നത് 29,999 രൂപയാണ് വില വരുന്നത്.
ഇനി അതിൻ്റെ രണ്ടാമത്തെ വേരിയൻറ്റ്, അതായത് 12 GB റാം 256 GB ഇൻ്റർണൽ മെമ്മറി വരുന്ന ആ ഒരു വേരിയൻറ്റിന് വില വരുന്നത് 33,999 രൂപയാണ്. അതായത് ഇതിലെ രണ്ട് സെയിം വേരിയൻ്റ് ആയിട്ട് വരുന്നത് ഒന്നാമത്തെ വേരിയൻ്റ് ആണ്. അത് തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 5000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നല്ലൊരു ഫോൺ എന്ന് പറയുന്നത് Realme X2 Pro ആണ്. കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയതുകൊണ്ട് എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. എന്തായിരിക്കും നമ്മൾ ആ വിട്ടുപോയ കാര്യം നിങ്ങൾക്കറിയോ? എന്താണെന്ന് വെച്ചാൽ റീസെയിൽ വാല്യൂ. നമ്മളൊരു ഫോൺ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉപയോഗിച്ചിട്ട് ആ ഫോണ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അതും കൂടി പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പുള്ള ഇവരുടെ ഫോൺ എടുത്താൽ, റിയൽമിയുടെ ഫോൺ എടുത്താൽ Realme 2 Pro റിയൽമിയുടെ ഏറ്റവും ബെസ്റ്റ് ഫോണായിരുന്നു. ആ ഫോൺ ഇറങ്ങിയപ്പോൾ ഉള്ള വില വരുന്നത് 15,000 ആ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പോഴും അത് വിൽപ്പന ഉണ്ട്. ഏകദേശം 10,000-ലും താഴെ, ഏകദേശം 9,000 രൂപ ആ ഒരു റേഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ഫോൺ Realme 3 Pro എടുക്കുകയാണെങ്കിൽ ഇറങ്ങിയ പ്രൈസ് 14,000 രൂപ, ഇപ്പോഴുള്ള പ്രൈസ് 10,000 രൂപ. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി ഫോൺ എടുക്കുമ്പോൾ ഏകദേശം 30-40% ആ ഒരു പ്രൈസിൽ ഇതിൻ്റെ ഫ്രഷ് ഫോണിന് തന്നെ പ്രൈസ് കുറയുന്നുണ്ട്, ഏകദേശം 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റീസെയിൽ വാല്യൂ എന്ന് പറയുമ്പോൾ റിയൽമി അത്രത്തോളം നല്ല രീതിയിലല്ല. പക്ഷേ OnePlusൻ്റെ റീസെയിൽ വാല്യൂ എന്ന് പറയുമ്പോൾ OnePlus എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനൊരു നല്ലൊരു വാല്യൂ ഉണ്ട്. അതുമാത്രമല്ല നല്ല റീസണബിൾ പ്രൈസിലാണ് അവരുടെ ഫോണെല്ലാം കൊടുക്കുന്നത്. അതുമാത്രവുമല്ല ഇവരുടെ ഫോണിന് അങ്ങനെ ഒരു പ്രൈസിങ് ഡിക്രീസ് ചെയ്ത് വരുന്ന രീതിയിലും അല്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ OnePlus 7 മോഡൽ എടുത്താൽ അത് ഇറങ്ങിയത് ഏകദേശം 33,000 ആ ഒരു പ്രൈസിനാണ് ഇറങ്ങിയത്. അതിന് വില കുറച്ച് 30,000 രൂപയാക്കി. ഇപ്പോൾ ആ ഫോണ് അവൈലബിൾ അല്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് പ്രൈസ് ഒരുപാടൊന്നും കുറയില്ല. നമ്മൾ ആ ഒരു ഫോൺ വാങ്ങിയിട്ട് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റീസെയിൽ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മളിവിടെ Realme X2 Proയും OnePlus 7Tയും തമ്മിലുള്ള ഒരു 5000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ റീസെയിൽ വാല്യൂയും കൂടിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 5000 ഡിഫറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോണിൽ ഏത് തിരഞ്ഞെടുക്കും എന്ന് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ OnePlus 7T എന്നുള്ള ഫോണാണ് ഓവർ Realme X2 Pro. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിൽ ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വീഡിയോസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, that's all. Thanks for watching this video.